ഞാനിന്നൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്ന് ഈ കേക്ക് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മാർബിൾ കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പറയുന്ന അളവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. അതിന്ന് ഒരു പൊടി പോലും കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. കറക്റ്റ് അളവായാൽ മാത്രമേ കേക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മൈദ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. മൈദ നമ്മൾ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ഇത് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ബേക്കിംഗ് പൗഡറാണ്, 1/2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ടുള്ള മിശ്രിതമാണിത്. ഇത് നമുക്ക് ഒരു 3 വട്ടം കൂടി ഇതുപോലെ തന്നെ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ മിക്സ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഈ കോഴിമുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു വിസ്കോ ഫോർക്കോ അതല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്ററോ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കോഴിമുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാനായിട്ട് പ്രത്യേകം നോക്കണം. കോഴിമുട്ടയ്ക്ക് തണുപ്പ് കൂടുതലായ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഇതിലേക്ക് പഞ്ചസാര പൊടിയാണ്. ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കോഴിമുട്ടയും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടറും ഉപയോഗിക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ കോഴിമുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ എണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദപ്പൊടിയുടെ മിക്സിൽ അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇടരുത് കേട്ടോ. കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു വട്ടം ഇട്ട ശേഷം അത് നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ ഇനിയുള്ള എല്ലാ മിക്സിങ്ങും ഒരേ ഡയറക്ഷനിൽ വേണം കേട്ടോ. ബാക്കിയുള്ള മൈദയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ മിക്സാക്കി കൊടുക്കാം. ഒറ്റ ഡയറക്ഷനിൽ വേണം മിക്സാക്കാൻ. ഇനി ഇത് നന്നായിട്ട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ആ ടൈറ്റ്നെസ് ഒന്ന് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ മാവ് മുഴുവനായിട്ട് ഇളക്കിയെടുത്ത ശേഷം മാത്രമേ നമുക്ക് പാല് ചേർക്കണ്ടൂ കേട്ടോ. നമ്മൾ മിക്സാക്കി കൊടുത്തപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് വന്നത്. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവ് നിങ്ങൾക്ക് ബാറ്റർ ലൂസായിട്ട് കിട്ടുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് എടുക്കേണ്ടത്. ഒരുപാട് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ പാലില്ലെങ്കിൽ പാൽപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്താലും മതി കേട്ടോ.
മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇവിടെ ഞാനൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഈ കോക്കോ പൗഡറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് പൗഡറിലേക്ക് ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ മിക്സ് ചെയ്തെടുത്ത പോലെ തന്നെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കട്ടി പോലെ തോന്നും. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സാക്കാം. നമ്മളിവിടെ ഇതുപോലെ 2 മിക്സും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റിൻ്റെ മിക്സും ഒന്ന് നമ്മൾ നേരത്തെ മൈദയും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ആ മിക്സും. ഇനി ഇത് രണ്ടിലേക്കും നമുക്ക് 1/2 ടീസ്പൂൺ വീതം വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ വിനാഗിരി ഈ മിക്സിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 2 മിക്സും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വിനാഗിരി എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചിറ്റിയെടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ എയർ ബബിൾസ് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഞാനിന്ന് ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് കേക്കിൻ്റെ ട്രേ വെക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പാത്രം എന്തിനാണ് വെച്ച് കൊടുത്തേക്കണെന്ന് വെച്ചാൽ ഇത് കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വിസിലില്ലാതെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൽ ഞാൻ ഒരു ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലെയറായിട്ട് വേണം ബാറ്റർ ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമ്മൾ വൈറ്റ് കളറുള്ള ബാറ്റർ ചേർത്തു. അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ലെയറായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞു കൊടുത്ത ശേഷം എയർ ബബിൾസ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഈ കേക്കിൻ്റെ മിക്സ് ട്രേയിലൂടെ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചു കേട്ടോ. നമുക്ക് മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. വിസിലിടരുത് കേട്ടോ, പ്രത്യേകം നോക്കണം, വിസിലിട്ടിട്ട് ചെയ്യരുത്. നമ്മളിവിടെ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 35 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറന്ന് നോക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ കുക്കർ തുറന്നിട്ട് ആയോന്നൊന്നും നോക്കരുത്. നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുകയാണ്. കണ്ടോ, ഈ ടൂത്ത് പിക്കിൻ്റെ മുകളിൽ ഒന്നും പിടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്തപ്പോൾ നമ്മൾ ഈ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കുക്കർ കാണണില്ലേ, കണ്ടോ, ഈ പാത്രത്തിനോ കുക്കറിനോ ഒരു കേടും സംഭവിച്ചിട്ടില്ല. ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഒരു കുഴപ്പവും വരില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിലായിട്ട് മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അടിഭാഗം കരിഞ്ഞൊക്കെ പോണത്. ഈ കേക്ക് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് അടർത്തിയെടുക്കാം കേട്ടോ. കണ്ടോ, ഈ ബട്ടർ പേപ്പർ നമുക്ക് പൊളിച്ച് കളയാം. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തീരെ ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇത് തിരിച്ചിടുക.
കേക്ക് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കാണ്. കണ്ടോ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇതുപോലൊരു ഡിസൈനും വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തീർച്ചയാണ്. പിന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്.